അമ്മ സീതേ ഒന്ന് നിന്നേ നിക്കേ എവിടെ പോണത്? നിങ്ങൾ പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. ഇല്ല, ഞാൻ പോകുന്നത് തന്നെ അതിന്റെ ശരി. നിങ്ങൾ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വലിയ കഷ്ടം തന്നെ. ഒരു കഷ്ടമില്ലമ്മ. സാധാരണ ഞാൻ എന്ത് കാര്യം ഇവളോട് പറയുമ്പോഴും ഇവൾ അതേ രീതിയിൽ എടുക്കുന്നതാ. ഇപ്പോൾ അടുക്കളയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഈഗോ അടിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ശരിയാകത്തില്ല, ഇവക്കൊക്കെ അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. சீதாமா, நீங்க இங்க நில்லுங்க, நான் தான் போகணும். இனி இவ்வளோ நடந்ததுக்கு அப்புறம் நான் கிச்சன்ல ஏதாவது சமைச்சிட்டு உங்களுக்கு அது பிடிக்காம இருந்தா நீங்க சொல்ல மாட்டீங்க. அது எனக்கும் கஷ்டம், உங்களுக்கும் கஷ்டம். பின்ன நம்ம சந்திக்கிறதுக்கும் பழகிறதுக்கும் பிரியறதுக்கும் ஒரு டைம் இருக்கு. இப்ப நம்ம பிரியற டைம், அதனால நான் கிளம்புறேன். அதுதான் நல்லது. ഇപ്പൊ പറഞ്ഞ തമിഴ് ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും? എനിക്ക് തമിഴ് വലിയ പശുവിലൂടെ. കാസർഗോഡ് ഞാനിരുന്നപ്പോഴേ അവിടെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഒരു തമിഴൻ ഇടക്ക് വന്നിട്ട് അവൻ തമിഴ് പറയും. അങ്ങനെ ഞാൻ കുറച്ച് മുറിത്തമിഴേ പഠിച്ചിട്ടുള്ളൂ. ഇതെന്താണ് പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഇതിന്റെ മൊത്തത്തിലുള്ള പൊരുളെന്തെന്ന് വെച്ചാല് കനകാന്റി പോണ്. ഇതാണ് ഇത്രയും പരത്തി പറഞ്ഞത്. ഇത് തന്നെയല്ലേ അകത്തും പറഞ്ഞത്. ചുമ്മാ വലിച്ചു കിട്ടാനായിട്ട്. ഞാൻ എന്തായാലും പോവാ. நான் தான் போகணும், நீங்க நில்லுங்க. എന്റെ കനകാന്റി, ആന്റിക്ക് ഞങ്ങളൊക്കെ വിട്ട് പോവാൻ പറ്റുമോ? ആന്റിക്ക് വിഷമാവൂലേ? അല്ല, ഞങ്ങൾക്കൊക്കെ വിഷമാവില്ലേ? ഇച്ചിരി മല്ലിപ്പൊടി പൂത്തുപോയതിന്റെ പേരിൽ ഇവിടുന്ന് ഇറങ്ങി പോവാൻ നിൽക്കുന്നു. മല്ലിയല്ല, ഉലുവ. എന്ത് തേങ്ങയാണെങ്കിലും. ആന്റി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സീത ഉള്ളിടത്ത് ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. അല്ല, നീ അത്രക്ക് സ്ട്രിക്റ്റ് ആൻഡ് സീരിയസ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് കുതിരയാണെന്നല്ല. അതെ, ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ആരും ഇവിടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടമാവും. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഇപ്പൊ ബന്ധോ സ്വന്തമൊന്നും ഇല്ല, ആരെങ്കിലൊക്കെ വേണം. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവാം. நானும் போறேன். സീതുസേ, കനകൂസേ, അല്ല കനകം, നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വിഷമാവൂല. നിങ്ങൾ എന്താ അത് ചിന്തിക്കാത്തത്? കുട്ടികളുടെ കാര്യം മാത്രല്ല, നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ആർക്ക് ഏറ്റവും കൂടുതൽ വിഷമാവാന്നറിയോ? നീ നിൽക്കുന്ന അമ്മൂമ്മയ്ക്കാ. അമ്മയുടെ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ പാവം അമ്മൂമ്മ ഇപ്പൊ കരയും. എനിക്കിതൊന്നും കാണാൻ വയ്യേ. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, നെഞ്ചത്തടിയായി, ആശുപത്രിയായി, ആംബുലൻസ് ആയി, സോറി, ഫ്ലോ കയറി പിടിച്ചതാ. എന്റെ സീതാമ്മ ഈ പറഞ്ഞത് മുഴുവൻ ഉള്ളതാ. ഉദാഹരണത്തിന് കുറച്ചു നാള് മുന്നേ കനകാന്റിങ് മധുരയിൽ പോയി. രാത്രി 12 മണിക്ക് അമ്മമ്മ ഞെട്ടിണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തുവാ? ആന്റി സ്വപ്നം കണ്ടെന്നേ. പിന്നെ തുടങ്ങിയില്ലേ കരച്ചിലായി, നിലവിളിയായി, നെഞ്ചത്തടിയായി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോണ്ട് പനി. പനി എന്ന് പറഞ്ഞ പൊള്ളണ പനി. എന്റെ പൊന്നടാവേ, സഹിക്കാൻ പറ്റൂല. ഇതേത് കഥ? ചെന്നൈയിലിരുന്നപ്പോ ഉണ്ടാക്കിയ കഥയാ. നല്ല കഥ. താങ്ക് യു അച്ഛേ. അതെ, കനക ഇവിടെ നിൽക്കണം. ഞാനാ ശരിക്കും പോകേണ്ടത്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും പോവല്ലേ? രണ്ടുപേരും എന്റെ കണ്ണും കരളുവാ. അമ്മൂമ്മേ, ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഞാനും അമ്മൂമ്മയുടെ വട്ടും കരളൂന്നല്ലേ പറഞ്ഞേ. വട്ടും കരളൂ? കണ്ണും കരളും കൊച്ചേ. എപ്പോഴും തീറ്റ തന്നെ തീറ്റ ചിന്ത. ഞാൻ പോവുക, അതാ ശരി. இல்ல, நான் தான் போகணும். நான் முடிவு செஞ்சாச்சு. ഞാൻ ഓൾറെഡി പോയി കഴിഞ്ഞു. മക്കളെ, നിങ്ങൾ ഈ വൃദ്ധയുടെ കണ്ണുനീരിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? നിന്നെ അമ്മൂമ്മ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ കിട്ടിയ അമ്മൂമ്മ തകർക്കും. തകർക്കനുണ്ട്, മനസ്സിലായി. அம்மா, நான் இப்ப கிளம்புறேன். அம்மா, அடுத்த மாசம் 2 நாள் நான் இங்க வந்து நிக்கிறேன். ഞാനും ആ 2 നാള് വന്ന് നിക്കാം. എന്നിട്ട് വേണം ഇവിടെ ഇടിപൊളി അടി ഉണ്ടാവാനായിട്ട്. നിങ്ങൾ വേറൊരു ദിവസം വാ, ഇവള് വേറൊരു ദിവസം വരട്ടെ. എന്നാലും ഇത് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇടിപൊളി ബഹളമായിരിക്കുള്ളൂ. കൊഴുപ്പുള്ള ഇവിടെ കാര്യം പറയണ്ടാ. ഇവര് ഒരു ദിവസമൊക്കെ കയറി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടിയായിരിക്കൂലേ. ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേക്ക്. കനകം, നീ പറയുന്ന ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിങ്ങൾ പോവല്ലേ? அம்மா, நான் மதுரைக்காரி தான். நான் முடிவெடுத்தா முடிவு செஞ்ச மாதிரி தான். நான் இப்ப கிளம்புறேன். നീ എവിടെ കിളമ്പുന്നടി? നിന്നോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലയോ? നിന്നോട് എവിടെ എല്ലാരും പറഞ്ഞില്ലേ പോവരുത് പോവരുത് പോവരുതെന്ന്? എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല? അവസാനം ഞാൻ നാടക ഡയലോഗ് പറയുന്ന പോലെ പറഞ്ഞു. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല? പൊടിയകത്ത് കേറി, പൊടിയകത്ത്.
ചേട്ടാ എന്നാ പിന്നെ ഞാൻ പിന്നെ പോവല്ലേ? ഈ പെട്ടി ആവേശത്തിന് എടുത്തിട്ട് വന്നതല്ലേ, നീ തന്നെ എടുത്തിട്ട് വന്നാ മതി. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. സോനകത്തുള്ള ഭവാനിയാണ് സുമ്മാവാ.